മാസപ്പടിക്കേസിൽ പിണറായി വിജയനും മകൾ ടി വീണയ്ക്കും അഴിയാക്കുരുക്കായി CMRL MD ശശിധരൻ കർത്തിയുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയത് എന്നും വീണ CMRLന് സേവനം നൽകിയിട്ടില്ല എന്നുമാണ് കർത്തിയുടെ മൊഴി. 2024 ഏപ്രിലിലെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതോടെ കേസിൽ EDയുടെ അടുത്ത നീക്കങ്ങൾ നിർണായകമാകും. വീണയുടെ വാടക വീട്ടിൽ നിന്ന് ലേക്കർ ഇന്ത്യ എന്ന മറ്റൊരു കമ്പനിയുടെ രേഖകൾ കണ്ടെടുത്തതായും ED റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വീണയ്ക്ക് 2 അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന 32 ലക്ഷം രൂപ മരവിപ്പിച്ചതായാണ് വിവരം. അതേസമയം ശശിധരൻ കർത്തിയുടെ മൊഴി തള്ളിക്കൊണ്ട് പിണറായി വിജയൻ രംഗത്ത് വന്നു. എല്ലാം മാധ്യമ സൃഷ്ടിയാണ്, അന്വേഷണം തന്നിലേക്ക് എത്തിക്കാൻ ED ശ്രമിക്കുകയാണ്. കർത്തിയുടെ മൊഴി പുറത്തുവിട്ടത് ആരെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം? നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ തന്നെ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. അതേസമയം ശശിധരൻ കർത്തിയുടെ മൊഴിയെക്കുറിച്ച് അറിയില്ല എന്നതാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് പോകുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്തയുടെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റും. കേരളത്തിൽ പോലീസിന് ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, 2024 നൽകിയിട്ടുള്ള മൊഴിയാണ് എങ്കിൽ സ്വാഭാവികമായും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നിരിക്കാം ED ഇതുവരെയുള്ള നീക്കങ്ങൾ നടത്തിയത് എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. അഭിലാഷ്, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇതിനെതിരെ, അതായത് EDയുടെ നീക്കത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധവും പ്രതിഷേധവും എല്ലാം ഒരേ സമയം വീണയും അതോടൊപ്പം തന്നെ CPMന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുമ്പോൾ പോലും ED എന്തുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി എന്നത് അടിവരയിടുന്നതാണ് ഇപ്പോൾ 2024 നൽകിയിരിക്കുന്ന ഈ മൊഴി പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നത്. 2024 ഏപ്രിലാണ് വീട്ടിൽ വെച്ച ശശിധരൻ കർത്തിയെ നിന്ന് മൊഴിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ പുറത്തുവിട്ട മൊഴി പ്രകാരം, അതിൻ്റെ പകർപ്പ് പ്രകാരം അതിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഇതിൽ യാതൊരുവിധ സേവനമോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടല്ല. പിണറായി വിജയനുമായുള്ള അടുപ്പമാണ് ഇതിനെല്ലാം തന്നെ കാരണമാകുന്നത്. ഇതിന് നിദാനമാകുന്നത് ആ ഒരു ബന്ധം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്പനി എന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് വ്യക്തിബന്ധത്തെ അടിസ്ഥാനമാക്കി തന്നെ മുന്നോട്ട് പോവുകയും പിന്നീട് ഇവർക്ക് പണം കൈമാറുകയും എല്ലാം കമ്പനിയുടെ പേരിൽ തന്നെ ഈ പണം കൈമാറുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ വ്യക്തിബന്ധം തന്നെയാണ് എന്നതാണ് ഈ ശശിധരൻ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ വീണയെ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, വീണ പറഞ്ഞിരുന്നത് താൻ ഇതിൽ നേരിട്ട് ചില ഗവേണൻസ്, ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് നൽകുകയായിരുന്നു താൻ ചെയ്തിരുന്നത്, കമ്പനിക്ക് ഗൈഡൻസ് നൽകുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിന് ആനുപാതികമായ ഒരു രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഹാജരാക്കാനായിട്ട് വീണയ്ക്ക് കഴിഞ്ഞിരുന്നുമില്ല. ഏതാണ്ടും വീണ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് EDയിൽ നിന്നും എല്ലാം തന്നെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കേസിൽ ED മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വീണയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ നടപടികൾ. 32 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിൻ്റെ അടക്കം അതോടൊപ്പം തന്നെ നേരത്തെ നടത്തിയ പരിശോധനയിൽ വ്യക്തമായ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ അതിൻ്റെ 15.5 ലക്ഷം രൂപയും എക്സാലോജിക്കിൻ്റെയും വീണയുടേതുമായിട്ട് 16.5 ലക്ഷം രൂപയും ഉൾപ്പെടെ 32 ലക്ഷം രൂപയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന രീതിയിലേക്കാണ് നടപടികൾ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CMRLൻ്റെ വിവിധങ്ങളായ അക്കൗണ്ടുകൾ അടക്കം ഈ മരവിപ്പിക്കുന്ന നടപടികളിലും ഈ കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായിട്ടുള്ള നടപടികളിലേക്കെല്ലാം തന്നെ ഇതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ ഒരു കണ്ടെത്തൽ ഈ മൊഴികളിലെല്ലാം തന്നെ ഉള്ളതെന്ന് പറയുന്നത്, ഇതിൽ ഈ 2017 വരെയൊരു നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്നൊരു കമ്പനിയായിരുന്നു എക്സാലോജിക് എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രവർത്തന ലാഭമോ അസറ്റോ ഒന്നും കാണിക്കാത്ത രീതിയിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കരാറിലേക്ക് വരികയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ വീണയ്ക്ക് 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ തന്നെ വലിയ തുക ഈ രീതിയിലേക്ക് നൽകിയിട്ടുണ്ട്. 2.78 കോടി രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്
ഇതിന്റെ ഒരു യെസ്, breakup എന്തായാലും ഞാനൊന്ന് ഇടപെടുകയാണ്. വളരെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.